ഈ പ്രകടനത്തിൽ പങ്കാളികളായ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെ, സഹപ്രവർത്തകരെ, ഇന്ത്യ രാജ്യം ഇന്ന് സായാഹ്നത്തിൽ ശബ്ദമുഖരിതമായത് ചെറുതും വലുതുമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രതിഷേധങ്ങൾ വളരെ ശക്തമായ തരത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും തലയെടുത്തുകൊണ്ടാണ്. എന്താണ് അതിനെപ്പറ്റി ഒരു സാഹചര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനുണ്ടായ ഇടപെടൽ നമുക്കൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കുന്ന നമ്മൾക്ക് നേരത്തെ ബഹുമാന്യനായ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഏതു മതത്തിൽ വിശ്വസിക്കുന്നവനും ഏത് ഭാഷ സംസാരിക്കുന്നവനും എന്ത് പദാർത്ഥം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനും എന്ത് വിശ്വാസത്തിൻ്റെ ഭാഗമായാലും അവരെയെല്ലാം തുല്യമായി കാണുന്ന ഇന്ത്യൻ ഭരണഘടന എന്ന അങ്ങനെ ആ മഹത്തായ ഭരണഘടന എപ്പോഴൊക്കെ വ്യതിചലിച്ചിട്ടുണ്ടോ, എപ്പോഴൊക്കെ നിറം മങ്ങിയിട്ടുണ്ടോ, ആ നിറം മങ്ങുന്ന സമയത്ത് ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി അലയടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് ഈ സായം സന്ധ്യയിൽ രാജ്യത്താകമാനം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത്. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഒരിക്കൽ പോലും ബലമായി പിടിച്ചു കൊണ്ടുവന്ന ഒരു വിശ്വാസമല്ല. ഈ രാജ്യത്തെ ഏതൊരു പൗരനും അവൻ ഇഷ്ടമുള്ളത് വിശ്വസിക്കുവാൻ അവകാശം കൊടുക്കുന്ന അതേ ഭരണഘടന ലോകത്താകമാനമുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ മതസംഘടന അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ ആ ഇന്ത്യ രാജ്യത്തിലേക്ക് മിഷണറിമാർ വന്ന് ക്രൈസ്തവരെ ഈ രാജ്യത്തിന് പകർന്നു നൽകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ആ ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത നിരവധികളായ ഉത്തരവാദിത്തങ്ങളും നിരവധി സംഭാവനകളും ഈ രാജ്യത്ത് പകൽ പോലെയുണ്ട്.
നമുക്കറിയാം. അതിന്റെ വിശാലതയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. യേശുദേവൻ എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസികളായ ഞാൻ അടക്കമുള്ളവരുടെ യേശുദേവൻ എന്ന ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ പുൽക്കുടിലിൽ പൂജാതനായി എങ്ങനെയാണ് ഒരു മാതാവിന്റെ ഉദരത്തിൽ പ്രസവിക്കാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ ഇടം തേടി പല സ്ഥലങ്ങളിലേക്ക് എറിയുമ്പോൾ അവിടെ എങ്ങും സ്ഥലം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു ഈറ്റുപുരയിൽ അല്ലെങ്കിൽ തൊഴുത്തിൽ ഒരു പശുവിന്റെ തൊഴുത്തിൽ പ്രസവിച്ച കന്യകാമറിയത്തിൽ ജനിച്ച യേശുദേവനെ ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാരം RSSകാരൻ ഭയക്കുന്നുവെങ്കിൽ അതിന് മുൻപുള്ള ഒരു ചരിത്രം കൂടി ഞങ്ങൾക്ക് പറയേണ്ടി വരും. അന്നുള്ള സംഘപരിവാരത്തിന്റെ പ്രതിശബ്ദം വരുന്ന ഹെറോദോസ് ചക്രവർത്തി അടക്കം യേശുദേവൻ ഈ രാജ്യത്ത് പിറവിയെടുത്താൽ, ഈ ലോകത്ത് പിറവിയെടുത്താൽ തന്റെ രാജാധിപത്യത്തിന്റെ കോട്ടം സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് ആരാണ് പിറക്കാൻ പോകുന്നതെന്ന് പോലും അറിയാതെ ഈ രാജ്യത്തുള്ള 2 വയസ്സിൽ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുതള്ളാൻ ഹെറോദോസ് ചക്രവർത്തി ഉത്തരവിടുമ്പോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു കാലിത്തൊഴുത്തിൽ പിറന്ന് ഈ ലോകത്തിന്റെ തന്നെ പ്രകാശമായി മാറിയ യേശുദേവനെ ഇല്ലാതാക്കാൻ ആദ്യകാലം മുതൽ നോക്കിയ ഹെറോദോസ് അടക്കമുള്ള നീറോ ചക്രവർത്തിമാർ പോലെയുള്ള എന്ന് വെച്ചാൽ ഇപ്പോ അതിന്റെ പുതിയ പതിപ്പായ നരേന്ദ്രമോദി അടക്കമുള്ള പലരും ഈ രാജ്യത്തെ പ്രതിശാസ്ത്രത്തെ, ആ വിശ്വാസത്തെ തടയാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിചാരണ ചെയ്ത് പിടിച്ചുകൊണ്ടുവന്ന് ഇല്ലാത്ത മതപരിവർത്തനത്തിന്റെ പേരിൽ 2 കന്യാസ്ത്രീമാരെ കേരളത്തിൽ നിന്ന് പോയ ഞങ്ങളുടെ സഹോദരിമാരെ പിടിച്ച് ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ വിചാരണ നടത്തിയ ചരിത്രം ഞങ്ങൾ മറന്നു പോയിട്ടില്ല. പ്രിയങ്കരനായ നരേന്ദ്രമോദി ഒന്ന് ഓർക്കുന്നത് നല്ലതാ. 2 ദിവസം മുമ്പ് ആ തെരുവോരങ്ങളിൽ ഛത്തീസ്ഗഡിൽ നിങ്ങൾ എവിടെയാണോ അവരെ വളഞ്ഞു നിർത്തി സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്തത്, അതേ റെയിൽവേ സ്റ്റേഷന് മുമ്പിലൂടെ 10,000 പങ്കെടുത്ത മഹത്തായ ഒരു ക്രിസ്മസ് റാലി 2 ദിവസം മുമ്പ് അതിലെ കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, നരേന്ദ്രമോദിക്കും പ്രധാന സംവിധാനത്തിനുമൊന്നും തടുത്തു നിർത്താൻ കഴിയില്ല. നേരെ മറിച്ച് ഇങ്ങോട്ട് വരുമ്പോ, പാലക്കാട്ടേക്ക് വരുമ്പോൾ എന്താണ് അവിടെ കുഞ്ഞുങ്ങൾ ക്രൈസ്തവന്റേതായ വിശ്വാസം എല്ലാ മതസ്ഥരും ഒന്നിച്ചാഘോഷിക്കുന്ന ക്രൈസ്തവർ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇത് ആഘോഷിക്കുന്നത്. ആ ക്രിസ്തുമതത്തിൽ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ആ ക്രിസ്മസിന്റെ വിഭവങ്ങൾ ഒരുക്കുന്നത് ഒരുപക്ഷെ അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നത് എന്റെ മുമ്പിലുണ്ട്. ഒരുപാട് പേർ ക്രിസ്തു വിശ്വത്തിന് വേണ്ടി ആഘോഷങ്ങൾ നടത്തുന്ന കച്ചവടക്കാർ, വ്യാപാര സ്ഥാപനങ്ങൾ, ഇതൊന്നും ക്രിസ്ത്യാനികളുടേതല്ല എന്ന ബോധ്യം ഈ രാജ്യത്തെ പൗരന്മാർക്കുണ്ട്. എന്ന് വെച്ചാൽ ഒരു വിശേഷം വരുമ്പോ, ഒരു ആഘോഷം വരുമ്പോൾ അത് ഏത് മതസ്ഥന്റെ ആഘോഷമായാലും ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സവിശേഷത, എല്ലാവരും എല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് ആഘോഷിച്ച് അതിന്റെ ഫലം കൊയ്യുന്ന ഒരു സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ആ ഒരു സന്തോഷത്തെയാണ് ഓണമായാലും ക്രിസ്മസ് ആയാലും ബക്രീദായാലും റംസാനായാലും എല്ലാം പറഞ്ഞു തരുന്നത്. പരസ്പര സഹവർത്തിത്വത്തിന്റെ, പങ്കുവെക്കലിന്റെ, സ്നേഹത്തിന്റെ, ചേർത്ത് നിർത്തലിന്റെയൊക്കെ ആഘോഷങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ നക്ഷത്രം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് 3 രാജാക്കന്മാർ, ആട്ടിടയന്മാർ യേശുവിന്റെ ദൈവപുത്രന്റെ വരവറിയിച്ചുകൊണ്ട് ഏത് സ്ഥലത്താണ് ആ ദൈവപുത്രൻ ജനിച്ചതെന്ന് അന്വേഷിക്കുമ്പോൾ അവർക്ക് വഴികാട്ടിയായി ആകാശത്തെ ഒരു വാൽനക്ഷത്രം വരുന്നു. ആ വാൽനക്ഷത്രം സഞ്ചരിച്ച വഴികളിലൂടെ 3 രാജാക്കന്മാർ പോയി അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്ന ആ ഒരു വഴികാട്ടിയുടെ പ്രതീകം എന്ന് വെച്ചാൽ ലോകത്തിന്റെ പ്രകാശം, അവർക്ക് ആ പ്രകാശം കൊടുക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് ക്രൈസ്തവർ ആ നക്ഷത്രങ്ങൾ ഈ രാജ്യത്തിന്റെ ലോകത്തെമ്പാടും ക്രൈസ്തവന്റെ പള്ളികളിൽ മാത്രമല്ല, ക്രൈസ്തവരുടെ വീടുകളിൽ മാത്രമല്ല, സാഹോദര്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ പേരും അതിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അത് RSS ആണ്. ഈ രാജ്യത്തെ ഹൈന്ദവർ ഒന്നടങ്കം ആഘോഷിക്കുന്നു. മുസ്ലിം സഹോദരങ്ങളും മറ്റുള്ളവരുടെ മതത്തിനെ സ്നേഹിക്കാൻ പഠിച്ചതുപോലെ ക്രിസ്തുമസിന്റെ സ്നേഹം പങ്കുവെക്കുമ്പോ, ആ കേക്ക് കൊണ്ട് കൊടുക്കുമ്പോ, അതല്ലെങ്കിൽ നമുക്കറിയാം പുൽക്കുടിലിൽ ഉണ്ണിയേശു പിറക്കുന്ന ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് ആട്ടിടയന്മാരാണ്. പുൽക്കൂട് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ആ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിന്റെ മാതാവ് മറിയവും ഔസേപ്പ് പിതാവും 3 രാജാക്കന്മാരും ആട്ടിടയന്മാർ മാത്രമുള്ള ആ ഒരു സംവിധാനത്തിൽ നിന്ന് ആ യേശുവു ദൈവപുത്രൻ ഈ ലോകത്ത് തന്നെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച യേശുദേവൻ മറ്റുള്ളവരെ മതത്തിന്റെ പേരിൽ വേദനിക്കാനല്ല പഠിപ്പിച്ചത്. ഇനി നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ
കാണുന്നില്ല എങ്കിൽ, ആ അയൽക്കാരനെ നീ കാണുന്നില്ല എങ്കിൽ നീ എന്നെ കാണുന്നില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചവൻ തൊന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സഖ്യോസ് എന്ന പലിശക്കാരൻ, അദ്ദേഹത്തിന് ജനങ്ങൾ വെറുക്കപ്പെടുമ്പോ അദ്ദേഹത്തിന് യേശുദേവനെ ഒരു നോക്ക് കാണാൻ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന സഖ്യോസിനെ, നീ താഴെ ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിലാണ് വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചവൻ, ലോകവും സമൂഹവും പാപിയായിരിക്കുന്ന സഖ്യോസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീയും എന്റെ സഹോദരനാണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിപ്പോയ യേശുദേവൻ, ആ യേശുദേവന്റെ മുമ്പിൽ ജാതിയോ മതങ്ങളോ ഒന്നുമില്ല. ആ മതത്തിന് അതീതമായി ഈ ലോകത്തെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചവർ, അയൽക്കാരൻ പട്ടി കിടക്കുമ്പോൾ ഈ സുഭിക്ഷമായി ഉണ്ണരുതെന്ന് പഠിപ്പിച്ചവൻ, നിനക്കൊരു വസ്ത്രമുണ്ടെങ്കിൽ മറ്റൊന്ന് ഇല്ലാത്തൊരാൾക്ക് കൊടുക്കാൻ പഠിപ്പിച്ചവൻ, ഒരു കണ്ണത്തടിക്കുമ്പോൾ മറുകണ്ണം കൂടി കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ച ക്ഷമയുടെ പ്രതീകമായ ആ യേശുദേവന്റെ വരവിനെ കുറിച്ചുള്ള ആഘോഷത്തെ ഈ രാജ്യത്തെ സംഘപരിവാരം അത്തരത്തിൽ ഭയപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇത് നിങ്ങൾക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിങ്ങളുടെ പ്രത്യശാസ്ത്രം, ആ പ്രത്യശാസ്ത്രം ശത്രുപക്ഷത്ത് നിർത്തി മനുസ്മൃതിയിലൂടെ, നിങ്ങൾ ചാതുർവർണ്ണയത്തിലൂടെ ഈ രാജ്യത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ശത്രുപക്ഷത്തെ അക്കമിട്ട് നിർത്തിയവരാണ് നിങ്ങൾ അത് ഇന്നും രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിങ്ങളും ക്രൈസ്തവരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളും ശത്രുപട്ടികയിൽ മാത്രം നിർത്തിയൊരു പ്രത്യശാസ്ത്രവുമായി ഈ രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങൾ പറന്നുപോയ ഒന്നുണ്ട്, ഈ രാജ്യത്തെ സാഹോദര്യത്തെ ചേർത്ത് പിടിക്കാൻ പറന്നുപോയ ഒന്നുണ്ട്. നിങ്ങളിങ്ങനെ ആരും പിടിച്ചു കെട്ടാനില്ലാത്ത തരത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിങ്ങനെ അനുസൂതം തുടർന്നു പോകാമെന്ന നിങ്ങൾക്കൊരു ഉന്മാദ ലഹരി ഉണ്ടെങ്കിൽ ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, അസ്തമിക്കാൻ പോകുന്ന സൂര്യന്റെ വിളയാട്ടങ്ങളാണ് നരേന്ദ്രമോദിയും സഹപ്രവർത്തകരും കാണിക്കുന്നതെന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങളിപ്പോ കേരളമൊക്കെ മഹത്തായ സംസ്കാരത്തിന്റെ പൈതൃകമായിരുന്ന ഒരു സംസ്ഥാനത്ത് പാലക്കാട് പാവം കുഞ്ഞുങ്ങൾ, നാനാജാതി മതസ്ഥർ, ആ കുഞ്ഞുങ്ങൾ സാന്താക്ലോസിന്റെ വേഷം കെട്ടി ക്രിസ്മസ് കരോളുമായി പറന്നു പോകുമ്പോ അതിനെ ആക്രമിച്ചവന് ഇവിടുത്തെ നിയമപാലക സംവിധാനമുണ്ടല്ലോ, പോലീസ് സംവിധാനം, സഖാവ് പിണറായി വിജയന്റെ ആഭ്യന്തര സംവിധാനം, അതിന് ഈ പൊതുസമൂഹത്തിനോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അവൻ മദ്യലഹരിയിലായിരുന്നു. അങ്ങനെ മദ്യലഹരിയിലായതുകൊണ്ടാണ് കരോൾ സംഘത്തിനെ ആക്രമിച്ചത്. ഇത് നിങ്ങൾ ഇപ്പൊ പറയുന്നതല്ല, പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ചൂരിയിൽ മുഹമ്മദ് റിയാസ് മൗലവി എന്ന ആ മൗലവിയെ കഴുത്തറുത്ത് കൊന്നപ്പോ അപ്പോഴും നിങ്ങൾ ചാർത്തിക്കൊടുത്തൊരു പട്ടമാണ് മദ്യത്തിന്റെ ലഹരിയിൽ. ഇങ്ങനെയുള്ള മദ്യത്തിന്റെ ലഹരിയിൽ RSSകാരനെ കയറൂറി വിട്ട്, ബജറംഗ് ദളുകാരനെ കയറൂറി വിട്ട് ഈ രാജ്യത്തിന്റെ മനസ്സമാധാനം തകർക്കാൻ പോലീസും ആഭ്യന്തരവും കൂടി കൂട്ടുകെട്ടിയാൽ ഈ കേരളത്തിന്റെ മണ്ണിൽ മാത്രമല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുള്ള ഒരു സംവിധാനത്തിലേക്കും നിങ്ങൾക്കത് അധികകാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഈ തെരുവിൽ നിന്ന് ഞങ്ങൾ പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, വെലങ്ങാന്നൊരാൾ വന്ന് ഒരു പള്ളിയിലോട്ട് കയറി കട്ടപ്പായുടെ മുഖഭാവമുള്ള ഒരു സംഘപരിവാരത്തിന് കയറി നിന്ന് പാവപ്പെട്ട സ്ത്രീകളെ അടിച്ചാക്ഷേപിച്ചുകൊണ്ട് അവരെ ആ പള്ളിയിൽ നിന്ന് പുറന്തള്ളുമ്പോൾ നിസ്സഹായരായ ആ കുഞ്ഞുങ്ങളും പെൺകുട്ടികളും ദയനീയമായി ഇവരുടെ ഭീകരമായ ആളുകൾക്കും ആയുധങ്ങൾക്കും മുമ്പിൽ ഭയപ്പെട്ട് കണ്ട് കീഴടങ്ങിക്കൊണ്ട് അത് ഉപേക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാണത്വമായി ഇവിടുത്തെ ഒരു സംഘപരിവാരുകാരൻ അത് കാണേണ്ടതില്ല. മറിച്ച് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പിച്ചവെച്ച നാളുകളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനപ്രതിനിധികൾ ജയിച്ചു വന്ന പ്രദേശങ്ങളിലെങ്കിലും ഞങ്ങൾക്കവരെ ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്നും മാറ്റി നിർത്താൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തിന് ഒരു ഉറപ്പ് തരുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയോട് ഉറപ്പ് അതൊരിക്കലും ഒരു ക്രൈസ്തവന് വേണ്ടി മാത്രമല്ല. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, ഛത്തീസ്ഗഡിലും ഡൽഹിയിലും ജഗൽപൂരിലും ബഗൽപൂരിലും അതുപോലെ തന്നെ ഈ തെരുവോരങ്ങളിലൊക്കെ ക്രിസ്തുമതത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവരെ നിങ്ങൾക്ക് ഞങ്ങളൊരു വാക്ക് തരുന്നു. ഞങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഏതെങ്കിലും ഒരു സമയം, അതിന് അതിദൂരമല്ല, ഞങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ അധികാരത്തിലേക്ക് വരുന്ന ഒരു നിമിഷം ഏതെങ്കിലും ഒരു സംഘപ്രവർത്തകൻ, ഏതെങ്കിലും ഒരു RSSകാരൻ ഒരു മതത്തിന്റെയും ആഘോഷത്തിന് വിഘാതം സൃഷ്ടിച്ചാൽ അതെ ആ വിഭാഗത്തിന്റെ അവസാനത്തെ ഇടപെടലാകുമെന്ന് കൃത്യമായി പറയാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലൂടെ കടന്ന് അടുത്ത സംസ്ഥാനങ്ങളിലൂടെ കടന്ന് ഈ രാജ്യത്തിന്റെ ഭരണം, ഇന്ത്യ രാജ്യത്തിന്റെ ഈ ജനാധിപത്യത്തിന്റെ നഷ്ടപ്പെട്ടു പോയ മതേതരത്വത്തിന്റെ ഭരണം
സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് കൈവഴിച്ചേക്ക് വിട്ടുവരുന്നോ അന്ന് ഞങ്ങൾ അവസാനിപ്പിക്കും. അതുവരെ ഞങ്ങൾ തെരുവിൽ കൃത്യമായി സംഘപരിവാരത്തിന് പ്രതിരോധം തീർത്തുകൊണ്ട് ശക്തമായ നിലപാടുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുമ്പോട്ട് പോകും. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ വിശ്വാസത്തിൽപ്പെടുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ സംഘപരിവാരത്തിന്റെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കി അല്ലെങ്കിൽ ഭയന്നുകൊണ്ട് അവർക്ക് വിളിച്ച് സ്നേഹത്തോടെ കേക്കുകൾ വയൽ വെച്ച് കൊടുക്കുമ്പോൾ ഇന്ന് ഫാദർ പോൾ തേലക്കാട് അടക്കമുള്ള മെത്രാന്മാർ പറയുന്നു, ചില പാദ്രിമാർക്കെങ്കിലും എന്ത് പറ്റിയിട്ടുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? പ്രത്യശാസ്ത്രം ശരിയല്ലാത്ത ഒരു സംവിധാനത്തെ കൂട്ടാൻ പോയാൽ അവരെ സംബന്ധിച്ച് അത് കുറുക്കനെ കോഴിക്കുഞ്ഞിനെ കാവലേൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് ഫാദർ പോൾ തേലക്കാട് അടക്കമുള്ളവർക്ക് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുമ്പോൾ മുഴുവൻ ക്രൈസ്തവരും ഞങ്ങളെ അങ്ങ് സപ്പോർട്ട് ചെയ്തു എന്ന് രാജീവ് ചന്ദ്രശേഖരൻ അടക്കം പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാരത്തിന്റെ വോട്ടിന്റെ പർസൻ നോക്കുമ്പോൾ ഇത്ര ശതമാനത്തിലധികം കുറഞ്ഞു വരുന്നു. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ അധികാരം കിട്ടുമ്പോൾ അവിടെ പറയുന്നത് ഇനി കൊച്ചുറച്ച് വിൽക്കാൻ കഴിയില്ല എന്ന തൃട്ടൂരമിറക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറയുന്നു, കേരളത്തിന്റെ മണ്ണിൽ മാത്രമല്ല ഈ രാജ്യത്തെ എന്തൊക്കെ പ്രതിഷേധ സംവിധാനങ്ങൾ, ആ പ്രതിഷേധ സംവിധാനങ്ങളിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചാലും സംഘപരിവാരത്തിന് മുമ്പിൽ ഒരു സെക്കൻഡ് പോലും മുട്ടുമടക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്തുമസ് ഇന്ന് ഈ രാത്രി 11 മണിയോടുകൂടി എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും എന്താണ് പാതിരാ കുർബാനകൾ തുടരുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ബഹുമാനപ്പെട്ട ക്രൈസ്തവ മതവേദന ശിശുമാർ, നിങ്ങൾക്ക് പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആ സംരക്ഷണം ഇല്ലാതെ പോകുന്നു എന്ന് തോന്നിയാൽ ഞങ്ങൾ പറയുന്നു, ഈ രാജ്യത്തെ ക്രൈസ്തവനെയും മുസ്ലിമിനെയും ദളിതനെയും പാർശ്വവൽകൃതനെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമയോടെ പോകുന്ന പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഏത് കുർബാനകൾക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അത് ഈ പ്രസ്ഥാനത്തിന്റെ വാക്കാ. ആ വാക്ക് ഞങ്ങൾ തെരുവിൽ നിന്ന് പറയുന്നു. എന്തെങ്കിലും ഭയത്തിന്റെ പേരിൽ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ മുമ്പിലും അടിയറവ് വെക്കേണ്ടതല്ല ക്രൈസ്തവത. യേശുദേവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വെല്ലുവിളികളും കുരിശിൽ തൂങ്ങി 5-ാം തിരുമുറവ് വിലാപത്തേറ്റ് വാങ്ങുമ്പോൾ പോലും അദ്ദേഹം പാപികളോട് ക്ഷമിക്കാനാണ് പഠിപ്പിച്ചതെങ്കിൽ ആ പാപികൾ ഇന്ന് ഈ രാജ്യത്തിന്റെ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ക്ഷമയ്ക്കപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ വൈരം ഈ പ്രദേശത്ത് കൊണ്ടുവന്നാൽ ഒരു കണ്ണത്തടിക്കുമ്പോൾ മറുകണ്ണം കാണിച്ചു കൊടുക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചവർ വീണ്ടും അവിടെ അടിച്ചാൽ അവിടെ ഇനി എന്ത് ചെയ്യണം എന്ന് പറയാത്തിടത്തോളം കാലം അതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു, അടിക്കാൻ വരുന്നവനെ കണ്ട് ഭയന്നോടാതെ തിരിഞ്ഞു നിന്നുകൊണ്ട് അരുത് കാട്ടാള എന്ന് പറഞ്ഞ് അവന്റെ മുട്ടിക്ക് പിടിക്കാൻ തയ്യാറായാൽ തീരുന്നതാണ് ഇന്നത്തെ സംഘപരിവാരത്തിന്റെ എല്ലാ ഇടപെടലുകളും. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, ഇപ്പോ എണ്ണത്തിൽ അല്ലെങ്കിൽ അധികാരത്തിൽ ഞങ്ങൾ സ്വല്പം പുറകോട്ടാണെങ്കിലും ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ജനത, ഞങ്ങൾക്ക് കരുത്തു പകരാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് വളർന്നു കൊണ്ടുവന്നിരിക്കുന്നു. അത് വളർത്തിക്കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം നിർഭയത്വത്തോടു കൂടി ഞങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നു. ആ ദൈത്രയാത്രയിൽ നിങ്ങൾ കൂടി ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഈ രാജ്യത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഒരിക്കലും ഞങ്ങൾ ഇവിടെ കാണുന്ന മുമ്പിൽ എഴുതി വെച്ചേക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിള്ളലായതിന്റെ പേരിൽ മാത്രമല്ല, ഈ രാജ്യത്തെ ദളിതർക്ക് വന്നാൽ, ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന് വന്നാൽ, ഈ രാജ്യത്തെ മുഴുവൻ ജനതയ്ക്കും ഈ രാജ്യത്തെ സംവിധാനത്തെ മുഴുവൻ ഒരുമയോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ഇടപെടലുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരുമയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രതിഷേധത്തിലാണെങ്കിൽ പോലും എന്നെ ശ്രമിക്കുന്ന മുഴുവൻ പേർക്കും ഈ ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും ഹാപ്പി ക്രിസ്മസ് കൂടി നേർന്നുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കൂടി നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ പ്രതിഷേധ സംവിധാനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി.